ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ച് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിൽ ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ കൈവച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 hour ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 1/2 hour ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിലോട്ട് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ സവാളയും തക്കാളിയെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സവാളയും തക്കാളിയും എല്ലാം ചിക്കൻ്റെ കൂടെ കിടന്നൊന്ന് കുക്കായി വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സവാളയും തക്കാളിയും ഒന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വന്നോളും. ഇതുപോലെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. വേപ്പിലയ്ക്ക് പകരം നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിലിപ്പോൾ വേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയുടെയും തക്കാളിയുടെയും എല്ലാം റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറിയിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കുക്കായി വരണം. ഇപ്പോൾ തക്കാളി സവാളയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ചില്ലി സോസും പെപ്പർ പൗഡറും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചില്ലി സോസ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിനി അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ഫ്രൈഡ് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്